ഈ തെരഞ്ഞെടുപ്പിൽ പലതരം കണക്കുകൂട്ടലുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPI, CPM വരാനിരിക്കുന്നു. NDയുടെ കണക്കുകൂട്ടൽ എത്രയാണ്? 10 സീറ്റുകളിലൊക്കെ വിജയം നേടുമെന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു കണക്കുകൂട്ടൽ. നിർണായകമായ ശക്തിയാകുമെന്നുള്ളതാണ് സംസ്ഥാന നേതാക്കളടക്കം പറഞ്ഞത്. ഇപ്പോൾ NDയുടെ വിലയിരുത്തൽ കൂടി വരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റിൽ പ്രതീക്ഷ വെച്ചിരിക്കുകയാണ് NDA. ഏതൊക്കെയാണ് 4 സീറ്റുകൾ? 1 നേമം, 2 പാലക്കാട്, 3 കാസർഗോഡ്, 4 മഞ്ചേശ്വരം. വട്ടിയൂർക്കാവും കഴക്കൂട്ടവും അവർ വിട്ടു. BJP സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രാഥമിക വിലയിരുത്തലാണ് കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും തൃശ്ശൂരിലും കൂടിയ സാധ്യതയുണ്ട്. കടുത്ത മത്സരമാണ്. കാട്ടാക്കടയിലും വട്ടിയൂർക്കാവിലും തിരുവല്ലയിലും കനത്ത പോരാട്ടം നടന്നുവെന്നും വിലയിരുത്തലുണ്ട്. VS രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, വിജയിച്ചു കയറുമെന്ന് NDA ഉറപ്പിച്ച് കരുതുന്ന 4 മണ്ഡലങ്ങളാണ്. അതിലൊന്ന് പാലക്കാട്. പക്ഷേ ശോഭാ സുരേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട അവസാനത്തെ വോട്ടുകോഴ വിവാദങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ടാമത്തേത് നേമം. അവിടെ രാജീവ് ചന്ദ്രശേഖരന് ശബരിനാഥ് കൂടി വോട്ട് പിടിക്കുന്നതോടുകൂടി വിജയസാധ്യത കൂടി എന്നുള്ളതാണ് വിലയിരുത്തൽ. മഞ്ചേശ്വരത്ത് SDP-യുടെ വോട്ട് നിലവിലുള്ള UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ലെങ്കിൽ അത് ഗുണം ചെയ്യുമെന്ന് കരുതുന്നു. കാസർഗോഡ് നമ്മുടെ ഷാനവാസ് പുതൂരിൻ്റെ വോട്ട് നിർണായകമാകുമെന്നുമാണ് വിലയിരുത്തൽ. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ കനത്ത പോരാട്ടം എന്നതാണോ പ്രധാനമായിട്ടുമുള്ള വിലയിരുത്തൽ? 4 ഷുവർ ഉറപ്പിച്ചോ NDA? ഡോക്ടർ അരുൺകുമാർ, അത് തന്നെയാണ് കണക്ക്. 10 സീറ്റുകളായിരുന്നു നേരത്തെ BJP പറഞ്ഞുകൊണ്ടിരുന്നത്. ആ 10 സീറ്റുകളിൽ ഇപ്പോഴും ചെറിയ സാധ്യത അവർ കൽപ്പിക്കുന്നുവെങ്കിലും അതിനൊരു കാറ്റഗറി അവർ വെച്ചിട്ടുണ്ട്. 4 സീറ്റുകളാണ് ഒരു ഉറപ്പിച്ച, അത് IB റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ 4 സീറ്റുകൾ എന്ന് പറയുന്നത് നേമം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് എന്നുള്ളതാണ്. നേമത്ത് ശബരിനാഥ് മുസ്ലിം വോട്ടുകൾ പിടിച്ചു എന്നുള്ളതാണ്. അവർ ന്യൂനപക്ഷ വോട്ടുകൾ ശബരിനാഥിലേക്ക് കൂടി സ്പ്ലിറ്റ് ചെയ്തു പോയി. അതുകൊണ്ട് ജയം ഉറപ്പിക്കുകയാണ് നേമത്ത് BJP. പാലക്കാട് സമാനമായി NMR റസാഖും കുറച്ച് വോട്ടുകൾ പിടിക്കുന്നു. അതോടുകൂടി ആ വോട്ടിൽ ഭിന്നിപ്പുണ്ടായതോടുകൂടി പാലക്കാടും ശോഭാ സുരേന്ദ്രൻ ജയിച്ചു കയറും എന്നാണ് BJPയുടെ പ്രാഥമികമായ വിലയിരുത്തൽ. സമാനമായി തന്നെ ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടായി മഞ്ചേശ്വരത്തും കാസർകോട്ടും ജയിച്ചു കയറാൻ സാധിക്കുമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ് BJP. അതിൽ കാസർഗോഡ് ഒരു അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ്. മഞ്ചേശ്വരം പരമ്പരാഗതമായി BJPക്ക് പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം എന്ന രീതിയിൽ ഇവിടെ കാസർഗോഡ് ഷാനവാസ് പാതൂർ LDF സ്ഥാനാർത്ഥിയായതോടുകൂടി ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കപ്പെട്ടുവെന്നും അശ്വനിക്ക് കൂടുതലായി എന്നാണ് കണക്കൂട്ടൽ. അതോടെ രണ്ടാം ഘട്ടത്തിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഒരു രണ്ടാം നിരയിലേക്ക് വന്നാൽ കഴക്കൂട്ടം, ചാത്തന്നൂർ, തൃശ്ശൂർ, തിരുവല്ല മണ്ഡലങ്ങൾ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. കാട്ടാക്കട, മണലൂര് തുടങ്ങിയ മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഒരുപക്ഷെ അത് ജയത്തിലേക്ക് വരെ പോയേക്കാം എന്നൊരു കണക്കുകൂട്ടൽ BJPക്കുണ്ട്. ഇങ്ങനെയാണ് ഒരു 10 സീറ്റിന്റെ ജയസാധ്യത. ഇതിനൊപ്പം നിലവിൽ 32 മണ്ഡലങ്ങളാണ് A ക്ലാസ് മണ്ഡലങ്ങളായുള്ളത്. അത് ഒരു 45 A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ 30,000-നും 35,000-നും മുകളിൽ വോട്ടുകളുള്ള 32 മണ്ഡലങ്ങൾ നിലവിലുണ്ട്. അതൊരു 45ലേക്ക് ഉയർന്നേക്കാം. കോഴിക്കോട് സൗത്ത് ഉൾപ്പെടെ അത്തരത്തിൽ A ക്ലാസ് മണ്ഡലമായി ഉയരും എന്നൊരു പ്രതീക്ഷ കൂടി BJP ഈ ഘട്ടത്തിൽ വെച്ചു പുലർത്തുന്നു. ഒപ്പം ഈ BDJS 2020 വോട്ടുകൾ എങ്ങനെയാണ് ഗുണം ചെയ്യുക എന്നതിനെക്കുറിച്ച് പാർട്ടിക്ക് ഇപ്പോൾ ഒരു വിലയിരുത്തലില്ല. അത് റിസൾട്ടിന് ശേഷം എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം അറിയിക്കുന്നത്. ഓക്കെ, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ നിർണായക ശക്തിയെ തീരും എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴും BJP വെച്ച് പുലർത്തുന്നുണ്ട്. നേമം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ്. തിരുവനന്തപുരത്താണെങ്കിൽ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തൃശ്ശൂർ അല്ലേ? അപ്പോൾ ഈ 3 മണ്ഡലങ്ങളിൽ കനത്ത പോരാട്ടം. ചാത്തന്നൂരിലും കാട്ടാക്കടയിലും കനത്ത പോരാട്ടം നടന്നു എന്നുള്ളതാണ് NDയുടെ ഒരു പൊതുവായിട്ടുള്ളൊരു വിലയിരുത്തൽ. എന്താകുമെന്ന് 4-ാം തീയതി നമുക്ക് പെട്ടി പൊട്ടിക്കുമ്പോൾ അറിയാം.